ഹലോ അഷീർ, ഒരു ബിഗ് ക്ലാപ്സ്. ബെസ്റ്റ് മൂവി. വളരെ 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 നല്ല മെസ്സേജിങ്, ഡ്രഗ്സിനെതിരായിട്ടുള്ള നല്ല മെസ്സേജിങ്, പാരൻസിന് വേണ്ടിയിട്ടുള്ള നല്ല മെസ്സേജിങ്, നമ്മുടെ സ്വയം പുതിയ ജൻസിക്ക് വേണ്ടിയിട്ടുള്ള നല്ല മെസ്സേജിങ്, എല്ലാം കൊണ്ടും നല്ലൊരു മെസ്സേജിങ് ഉള്ള സിനിമ കൂടിയാണത്. ഹലോ, നമസ്കാരം. കണ്ണൂർ എവിടെ? പയ്യന്നൂര്. ശരി. അപ്പൊ നാട്ടുകാരനാണ് നമ്മുടെ. ഞാനിപ്പോ സിനിമ കൊണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. വളരെ വളരെ ഞാനുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, എൻ്റെ മോളും ഉണ്ടായിരുന്നു. കുടുംബമായിട്ട് കണ്ടതാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞാൽ മറ്റേ ഏറ്റവും നല്ലൊരു എന്റർടൈനർ മാത്രമല്ല, നല്ല സമകാലീന കേരളത്തിന് വേണ്ടുന്ന ഏറ്റവും നല്ല മെസ്സേജിങ്. ഒരുപാട് മെസ്സേജുകളുണ്ട്. ഓക്കെ. ഹലോ അഷീർ, ഒരു ബിഗ് ക്ലാപ്സ്. ബെസ്റ്റ് മൂവി. വളരെ 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 നല്ല മെസ്സേജിങ്, ഡ്രഗ്സിനെതിരായിട്ടുള്ള നല്ല മെസ്സേജിങ്, പാരൻസിന് വേണ്ടിയിട്ടുള്ള നല്ല മെസ്സേജിങ്, നമ്മുടെ സ്വയം പുതിയ ജൻസിക്ക് വേണ്ടിയിട്ടുള്ള നല്ല മെസ്സേജിങ്, എല്ലാം കൊണ്ടും നല്ലൊരു മെസ്സേജിങ് ഉള്ള സിനിമ കൂടിയാണത്. നിങ്ങൾ സാധാരണ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മാത്രം കിടക്കുന്ന പകരം ബിഗ് സ്ക്രീനിൽ ഇത് വന്നതോടുകൂടി യു ക്രിയേറ്റഡ് എ ഹിസ്റ്ററി. ഐ തിങ്ക് സോ. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അഷർ, ഇത് ഒരു എങ്ങനെയാ ഈ ഫിലിമിലേക്ക് എത്തിയത്? അല്ല, ഏതെങ്കിലും ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൊണ്ടുവന്നതാണോ, അല്ല നടന്നു പോകുന്ന വഴിയിൽ കാണുന്ന ചിത്രങ്ങൾ എടുത്തതാണോ? പല അനുഭവങ്ങളാണ്. അല്ല, ഇത് സത്യത്തിൽ നമ്മളിപ്പം നമ്മളോടൊക്കെ പലരും ടീച്ചേഴ്സ് പറയാറുണ്ട് പല സ്കൂളുകളിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ പലരും പക്ഷേ പലരും പുറത്ത് പറയാൻ പഠിക്കുന്നത് ഈ സത്യത്തിൽ കേരള സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു മെസ്സേജിങ്ങാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണത്. അത് അല്ല, തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ 1000 പ്രസംഗങ്ങൾ നടത്തുന്നതിനേക്കാൾ എഫക്റ്റീവാണ് ഈ ഒറ്റ സിനിമ. നമ്മളിപ്പം നമ്മുടെ സമൂഹത്തിനോട് പറയുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം പറയുന്നത്. അങ്ങനെ 1000 പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ ശക്തിയുള്ളതാണ് ഈ ഫിലിം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. ഞാനത് എല്ലായിടത്തും പറയും. കാരണം അതിനകത്ത് അവരുടെ ഭാഷയിൽ, പുതിയ തലമുറയുടെ ഭാഷയിൽ അവരുടെ പ്രശ്നങ്ങൾ സത്യത്തിൽ എന്തുകൊണ്ടാണ് മാത്രമല്ല ബോണ്ടിങ്. ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അവരുടെ ബോണ്ടിങ് ആണ്, പരസ്പരമുള്ള സ്നേഹമാണ്. എന്ത് ത്യാഗം സഹിച്ചുള്ള അത് നിങ്ങൾ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണണം. എനിക്ക് നിങ്ങളെ ഈ സിനിമയുടെ അനുഭവങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാവരോടും അപ്പോൾ എൻ്റെ മോളുണ്ട് ഇവിടെ. അവളും വളരെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. അടിപൊളി സിനിമ. നമസ്കാരം. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല സിനിമ. ഭാര്യ ടീച്ചറായിരുന്നു, അതുകൊണ്ട് ടീച്ചർമാർക്ക് കുട്ടികളുടെ ശ്രദ്ധ അറിയാമല്ലോ. ഭാര്യ കോളേജിലെ ടീച്ചറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സ്വന്തം ജീവിതാനുഭവങ്ങൾ പകർത്തിയ ഒരു ഫീലിംഗാണ് ഉണ്ടായത്. എനിവേ വളരെ സന്തോഷം. സിനിമ കണ്ട് ഇറങ്ങിയ ഉടനെ നിങ്ങളെ കാണാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. ഇത്
ഞാൻ നമ്മളെല്ലാ സിനിമയും കാണാറുണ്ട്, പക്ഷേ ഈ സിനിമക്ക് നല്ല മെസ്സേജിങ് ഉണ്ട്. വെരി ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ്. അപ്പോൾ ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ, ഇനിയും നല്ല നല്ല പ്രമേയങ്ങളും സിനിമകളും വരട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, പയ്യന്നൂരാണല്ലേ? ആയിക്കോട്ടെ സാർ. അത് നല്ല കാര്യമല്ലേ. നീ ഇത്രയും നല്ലൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ളത് നമ്മളൊരു പഴയകാല പ്രവർത്തകനാണെന്ന് പറഞ്ഞാൽ വി ആർ വെരി പ്രൗഡ് ഓഫ് യു ബ്രദർ. അല്ല, പി ആർ ഒ ആയാലും സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞല്ലോ. ഇത്തരം സിനിമകൾക്ക് ടാക്സ് ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഭരണം ചെയ്യേണ്ടത്. മനസ്സിലായി, ഇതെല്ലാവരും കാണേണ്ട സിനിമയാണ്. ഓക്കെ, താങ്ക് യു.